കേരളത്തിന്റെ സ്വയം പ്രഖ്യാപിത മതേതര മണ്ണിൽ വീണ്ടും ദ കേരള സ്റ്റോറി 2 വിവാദം കത്തിപ്പടരുകയാണ്. ഒന്നാം ഭാഗം സൃഷ്ടിച്ച കോളിളക്കം കെട്ടണയും മുമ്പേ കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന ടാഗ് ലൈനോടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞു. വെറും 24 മണിക്കൂർ കൊണ്ട് 1.5 കോടിയിലധികം ആളുകൾ ഈ ട്രെയിലർ കണ്ടു, അതും കുപ്രസിദ്ധിയോടെ. എന്താണ് ഇതിൽ ഇത്രയധികം ചർച്ച ചെയ്യാനുള്ളത്? ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം. ഈ ഒരൊറ്റ സീൻ മതി സോഷ്യൽ മീഡിയയിൽ കേരളത്തെയും മലയാളികളെയും വീണ്ടും വെളുക്കുവോളം ട്രോളാൻ വേണ്ടിയിട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. നട്ടാൽ കുരുക്കാത്ത നുണകൾ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നവർ എന്തുകൊണ്ട് കേരള സ്റ്റോറിയെ മാത്രം വേട്ടയാടുന്നു? പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞു. അന്ന് ഗോദ്ര സംഭവം മറച്ചുവെച്ച് ഗുജറാത്ത് കലാപം ചിത്രീകരിച്ചപ്പോൾ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സുദീപ്തോ സെന്നിനും കാമാഖ്യ നാരായൺ സിംഗിനും അവർക്ക് ശരിയെന്ന് തോന്നുന്ന സിനിമ എടുക്കാൻ അവകാശമില്ലേ? ഇന്ത്യയിലെ സിനിമാ പ്രേമികൾക്കിടയിൽ പുകയുന്ന ഈ വമ്പൻ വിവാദത്തിന്റെ അണിയറ കഥകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. പലരും പറയാൻ ഭയക്കുന്ന പലതും നമ്മൾ ഇന്ന് പറയും. ട്രെയിലറിലെ ഏറ്റവും വലിയ വിവാദ ബിന്ദു ഒരു യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗമാണ്. കേരളത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം മതത്തിലേക്ക് മാറിയ ശേഷം അവളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി പശുവിന്റെ ഇറച്ചിയാണ് കഴിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ചിത്രീകരണം. ഇത് കണ്ടതോടെ കേരളത്തിൽ പ്രതിഷേധം ഇരമ്പി. കേരളത്തിൽ ആരെയും നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കാറില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് ഇതിന് നൽകുന്ന മറുപടി ശ്രദ്ധേയാണ്. ഇത് കേരളത്തിൽ നടന്ന കഥയല്ല, മറിച്ച് മധ്യപ്രദേശിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഒരു ഹിന്ദു യുവതി തന്റെ മുസ്ലിം ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നൽകിയ പോലീസ് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സീൻ ചിത്രീകരിക്കുന്നത്. സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നാണ്, പക്ഷെ ഉള്ളടക്കം മധ്യപ്രദേശിലാണ്. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തുടങ്ങിയ ഈ പ്രവണത ഇപ്പോൾ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും പടരുന്നു എന്നാണ്. ഒരു സംസ്ഥാനത്തെ ഒന്നടങ്കം അപമാനിക്കാൻ ഇതിലും വലിയൊരു മാർഗമില്ല. പക്ഷേ സംവിധായകൻ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, സത്യം വിളിച്ചു പറയുന്നതാണോ വിദ്വേഷം? നമുക്ക് കുറച്ച് രാഷ്ട്രീയ സത്യങ്ങൾ സംസാരിക്കാം. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ചിലരുടെ മാത്രം കുത്തകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മലയാള സിനിമയിൽ തന്നെ പലപ്പോഴും വില്ലന്മാരെ ചിത്രീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സവർണനായ വില്ലൻ, കുരുതൊട്ട വില്ലൻ, അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ച വില്ലൻ, അല്ലെങ്കിൽ കയ്യിൽ രാഖി കിട്ടിയ വില്ലൻ. ഇത്തരത്തിൽ പ്രത്യേക മതവിശ്വാസത്തെയോ രാഷ്ട്രീയത്തെയോ ലക്ഷ്യം വെച്ച് സിനിമകൾ ഇറങ്ങുമ്പോൾ ഇവിടെ ആരും മിണ്ടാറില്ല. അത് സിനിമ എന്ന കലാരൂപത്തിന്റെ ഭാഗമാണ്. എന്നാൽ കേരള സ്റ്റോറിയിൽ എത്തുമ്പോൾ അപ്പം മാത്രം എന്തുകൊണ്ട് നിയമങ്ങളും നീതിയും മാറുന്നു? എമ്പുരാൻ എന്ന സിനിമയിൽ രാഷ്ട്രീയ സൂചനകൾ വരുമ്പോൾ അത് ക്രിയേറ്റിവിറ്റി ആകുന്നു. കേരള സ്റ്റോറിയിൽ വരുമ്പോൾ അത് പ്രൊപ്പഗണ്ട ആകുന്നു. എന്തുകൊണ്ടാണ് ഈ വിവേചനം? ഒരു സിനിമയെ എതിർക്കാൻ അതിലും നല്ലൊരു സിനിമ എടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ നിരോധിക്കുകയല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. സെൻസർ ബോർഡ് അനുമതി നൽകിയ ഒരു ചിത്രം കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, സർക്കാരല്ല. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്നൊക്കെ ഒരു വിഭാഗം ഉറപ്പിച്ച് പറയുമ്പോൾ ഇല്ല, അത് നടക്കുന്നുണ്ടെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു, അതും തെളിവുകളോടെ. ക്രൈസ്തവ സഭകൾ പോലും പലപ്പോഴായി തങ്ങളുടെ പെൺകുട്ടികൾ ഇത്തരം ചതിക്കുഴികളിലൊക്കെ വീഴുന്നുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസംഗം കേരളത്തിൽ ഉണ്ടാക്കിയ ഭൂകമ്പം നമ്മൾ കണ്ടതാണ്. അന്വേഷണ ഏജൻസികൾ പലപ്പോഴും ഇതിന് വ്യക്തമായ തെളിവില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മതപരിവർത്തനത്തിന് ശേഷം നാട് വിട്ടുപോയ യുവതികളുടെയും ISIS-ൽ ചേർന്നവരുടെയും കഥകളൊക്കെ കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഈ യാഥാർത്ഥ്യത്തെ സിനിമയിലൂടെ പുറത്തെത്തിക്കുമ്പോൾ എന്തിനാണ് മലയാളി ഇത്രയധികം ഭയപ്പെടുന്നത്? കേരളത്തിലെ ചില പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സത്യങ്ങൾ മൂടി വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സിനിമയ്ക്കെതിരെ വളരെ കടുത്ത ഭാഷയിലൊക്കെയാണ് പ്രതികരിക്കുന്നത്. കേരളത്തെ വിഭജിക്കാൻ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് ഈ സിനിമയെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. വിദ്വേഷം വിതയ്ക്കുന്ന ഒന്നാം ഭാഗത്തെ കേരളം തള്ളിക്കളഞ്ഞതുപോലെ രണ്ടാം ഭാഗത്തെയും തള്ളിക്കളയണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ കേരളത്തെ വിമർശിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ കേരളത്തിലെ സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? എന്നാലും വിമർശകർ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അതിനെതിരെ ഇത്രയും വലിയ പ്രചാരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര പേടി? സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ബുദ്ധി ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ലേ? കേരളത്തിന്റെ മതേതരത്വം അത്രയ്ക്ക് ദുർബലമാണോ ഒരു സിനിമ കണ്ടാൽ തകർന്നു പോകാൻ? മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആരോപണവും വളരെ ശക്തമാണ്. ഈ സിനിമ വെറും കേരളത്തിന്റെ മാത്രം കഥയല്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തിന്റെ അഖണ്ഡത തകർക്കാൻ അപ്പോൾ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ സിനിമ ചർച്ച ചെയ്യുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം പ്രശ്നം ഗൗരവകരമാണ് എന്ന് തന്നെയല്ലേ? കേരള സ്റ്റോറി 2 സംസാരിക്കുന്നത് ഒരു വലിയ ഭീഷണിയെ കുറിച്ചാണ്. സിനിമയിൽ പെൺകുട്ടികളെ മതം മാറ്റാൻ ഉപയോഗിക്കുന്ന രീതികൾ,
അവരെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന വഴികൾ, ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിനെ ഇന്ത്യ വിരുദ്ധമെന്നോ കേരള വിരുദ്ധമെന്നോ വിളിക്കുന്നതിന് പകരം സത്യം എന്ന് വിളിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകണം. പിന്നെ നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് തള്ളിക്കളയുക, അല്ലാതെ ഇങ്ങനെ പേടിക്കണം എന്ന് ഞാൻ തോന്നുന്നില്ല. സാങ്കേതികമായി നോക്കിയാൽ ഒന്നാം ഭാഗത്തേക്കാൾ മികച്ചു നിൽക്കുന്ന മേക്കിംഗ് ആണ് രണ്ടാം ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. ആദാ ശർമ്മയുടെ പ്രകടനം ഇത്തവണയും പ്രേക്ഷകരെ ആകർഷിക്കും എന്ന് ഉറപ്പാണ്. കാമാഖ്യ നാരായൺ സിംഗിന്റെ സംവിധാനം കൂടുതൽ റിയലിസ്റ്റിക് ആയ രീതിയിലാണ്. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തിയത് തന്നെ ജനങ്ങൾക്കിടയിൽ ഈ സിനിമയോടുള്ള താല്പര്യം വ്യക്തമാക്കുന്നു. വിവാദങ്ങൾ സിനിമയ്ക്ക് കൂടുതൽ മൈലേജ് നൽകുന്നു എന്നതാണ് സത്യം. ട്രോളുന്നവർ ട്രോളട്ടെ, പക്ഷേ ആ ട്രോളുകൾ പോലും സിനിമയുടെ റീച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ പെൺകുട്ടിയുടെ കഥ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കാണിക്കുമ്പോൾ അതൊരു സിനിമാറ്റിക് ലിബർട്ടി ആയി കാണാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഗോദ്ര സംഭവമൊക്കെ കണ്ടതുപോലെ. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പ്രത്യേക പ്രത്യാശാസ്ത്രത്തെ അനുകൂലിച്ചാൽ മാത്രം ഇവിടെ കലാകാരനായി അംഗീകരിക്കപ്പെടും എന്നൊരു അവസ്ഥ, അതാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് സിനിമ നിരോധിച്ചുകൊണ്ടോ സംവിധായകനെ വേട്ടയാടിക്കൊണ്ടോ ആകരുത്. എല്ലാവർക്കും ഒരേ നീതി വേണം. എമ്പുരാൻ സിനിമയ്ക്ക് നൽകുന്ന അതേ ആദരവും സ്വാതന്ത്ര്യവും കേരള സ്റ്റോറിക്കും നൽകണം. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലെന്ന് ആവർത്തിച്ചു പറയുന്നവർക്ക് മുന്നിൽ ഇത്തരം സിനിമകൾ ഒരു കണ്ണാടിയായി മാറിയേക്കാം. അത് കാണണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ കണ്ടിട്ട് മാത്രം വിലയിരുത്തുക. കേരളം മാതൃകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ മാതൃക കേൾക്കുന്ന പോറലുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ? കേരള സ്റ്റോറി 2 ആ ചർച്ചയ്ക്ക് വഴിമരുന്നിടട്ടെ. സത്യം എന്നും ജയിക്കും. അത് സിനിമയിലൂടെ ആയാലും ജീവിതത്തിലൂടെ ആയാലും. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? എന്തായാലും ഒരു കാര്യം പറയാം, ഞാനും പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കാറുണ്ട്. ഈ സിനിമ കേരളത്തെ അപമാനിക്കാനുള്ളതാണോ അതോ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ളതാണോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഗൗരവകരമായ വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.